ഈ ഖനനം പാടില്ല, ഖനനാനുമതി നിഷേധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ മാറ്റിയ സംഗതികളുണ്ടല്ലോ, അത് മാറ്റി നിശ്ചയിച്ചിട്ടില്ല, പഴയതുപോലെ ആക്കിയിട്ടില്ല. അതവിടെ കിടക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ ഭൂനിരപ്പിൽ നിന്ന് 100 അടി ഉയരമുള്ളതിന് മാത്രമേ കുന്നായിട്ട് പരിഗണിക്കൂ. 100 മീറ്റർ അത് മാത്രമേ കുന്നായിട്ട് പരിഗണിക്കൂ. ഈ രണ്ട് കുന്നുകൾ തമ്മിൽ 500 മീറ്ററിനകത്താണെങ്കിൽ മാത്രമേ ഇതൊരു പ്രത്യേക ഏരിയ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു പർവ്വത നിരയായിട്ടൊക്കെ പരിഗണിച്ചിട്ട് അതിന് ആനുകൂല്യം കൊടുക്കുമെന്നാണ്. പക്ഷേ ഈ ആരവല്ലിയും സംഭവങ്ങളെ ആ സ്ഥലത്തെപ്പറ്റി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ 50 മീറ്ററൊക്കെയുള്ള ഇങ്ങനെ പരന്ന് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ചെറിയ 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 സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന 100 മീറ്റർ ഉയരമുള്ള 500 മീറ്റർ അടുത്ത് നിൽക്കുന്ന, അതിനകത്ത് നിൽക്കുന്ന പ്രദേശം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും സാധാരണ സ്ഥലം പോലെയാവും. എന്ന് വെച്ചാൽ അവിടങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്താൻ, ടൂറിസം സംഗതികൾ ഉണ്ടാക്കുക, എല്ലാം നടത്താം. അതോടുകൂടിയിട്ട് ആ പ്രദേശത്തിൻ്റെ ആകപ്പാടെ ഭൂമിശാസ്ത്രം കൊണ്ട് മാറും. അങ്ങനെ മാറിയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ മാറിയാൽ ഈ പറയുന്ന 4 നോർത്ത് സംസ്ഥാനങ്ങളെ ആകെ തന്നെയും അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെ, വെള്ളം, മറ്റു കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ആരവല്ലി പർവ്വതനിരകൾ. അത് ഈ പർവ്വതനിരകളാകെ തന്നെ പോവുകയും അതിൻ്റെ 90% ഖനനം നടത്താം അല്ലെങ്കിൽ ടൂറിസം നടത്താം എന്ന മട്ടിലേക്ക് മാറുകയും ചെയ്താൽ ഈ സംസ്ഥാനങ്ങളാകെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ അല്ലാതായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. പക്ഷേ എന്നിട്ട് ഇങ്ങനെ ഒരു വളരെ വിചിത്രമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വലിയ സമരം വന്നപ്പോൾ ഖനനാനുമതി നിഷേധിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടം കൊണ്ട് സമരം നിർത്തിയാൽ തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ മുന്നേറ്റം തന്നെ അതിനു വേണ്ടിയിട്ട് ഇനിയും നടത്തേണ്ടതായിട്ട് വരുന്നതാണ് നമ്മൾ വാർത്തകൾ വായിച്ചപ്പോൾ കാണുന്നത്. അതെ, ഇതിൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്നെ. അതുപോലെ ഈ CECയും അതിനെ എതിർത്തു. പക്ഷേ ഇവരൊക്കെ എതിർക്കുമ്പോഴും ഈ അനുമതി നൽകാമെന്നുള്ള, അല്ലെങ്കിൽ ഈ നിർവചനത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എത്തി എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ധാർ മരുഭൂമിയുടെ വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഈ ആരവല്ലി പർവ്വതനിരകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് ഖനനം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയാൽ ഈ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പൊടിക്കാറ്റിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ ജലലഭ്യതയുടെയും ഒക്കെ കാര്യത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ആളുകളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രക്ഷോഭം ഉണ്ടായതും.